പൊതുവിതരണ സമ്പ്രദായത്തിലും ആധാർ ഏർപ്പെടുത്താം. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ മറ്റു പദ്ധതികൾക്ക് ആധാർ നിർബന്ധമാക്കരുതെന്നും കോടതി വ്യക്തമാക്കി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനായി UAE ഒരുങ്ങിക്കഴിഞ്ഞു. അടുത്ത 16, 17 തീയതികളിലാണ് മോദിയുടെ സന്ദർശനം. വിവിധ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരും മോദിയുടെ സന്ദർശനത്തെ പ്രാധാന്യത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഒരു റിപ്പോർട്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. നമോ ഇൻ ദുബായ് എന്ന രജിസ്ട്രേഷൻ വെബ്സൈറ്റിൽ ഇതിനോടകം തന്നെ 10,000 കണക്കിന് ആളുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. പ്രവാസികളുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലെല്ലാം പ്രധാനമന്ത്രി ഇടപെടുമെന്നാണ് പ്രവാസികളുടെ പ്രതീക്ഷ. ഇന്ദിരാഗാന്ധിക്ക് ശേഷം പല പ്രധാനമന്ത്രിമാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചേരുന്ന ഉന്നതതല യോഗത്തിൽ സർക്കാർ നിലപാട് എടുക്കുക. അതേസമയം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ UDF-ൽ തർക്കമുണ്ടാകരുത് എന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി ഇന്ന് മുസ്ലിം ലീഗ് മന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെതിരായി ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകണമെന്ന് മുസ്ലിം ലീഗ് മന്ത്രിമാർ ആവശ്യപ്പെട്ടു. ഇക്കാര്യം UDF-ൽ ചർച്ച ചെയ്യണമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയാണ് ആവശ്യപ്പെട്ടത്. പുനർവിഭജനത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം തെരഞ്ഞെടുപ്പ് നടത്താനെന്നും മുൻപും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വൈകി നടന്നിട്ടുണ്ട് എന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വിഷയം ചർച്ച ചെയ്യുവാനായി മുസ്ലിം ലീഗ് ഇന്ന് അടിയന്തര യോഗം ചേർന്നിരുന്നു. തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കുവാൻ ശ്രമിച്ചാൽ സർക്കാർ ശക്തമായ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കുവാൻ സർക്കാർ എല്ലാ തന്ത്രങ്ങളും പയറ്റുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി.